അസ്സലാമു അലൈക്കും. സ്നേഹമുള്ള സഹോദരങ്ങളെ, അള്ളാഹു നാം ഏവരെയും സത്യത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇന്നലെ ഇട്ട BP അങ്ങാടി ഉറൂസുമായി ബന്ധപ്പെട്ട വിഷയം, അത് പറയാനുണ്ടായ കാരണം, ആ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവരും വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു വലിയ ശൃംഖല, അതിൽ തന്നെ പലതരം അഭിപ്രായങ്ങളും വിശ്വാസങ്ങളുമൊക്കെ ആയിട്ട് പല വിഭാഗങ്ങളുണ്ട്. സൂഫിസത്തെ ഇഷ്ടപ്പെടുന്നവരും സൂഫിസത്തെ സംശയകരമായി നിരീക്ഷിക്കുന്നവരും സൂഫിസത്തെ പാടെ തള്ളിക്കളഞ്ഞവരുമൊക്കെയുള്ള ഒരു ലോകത്താണ് നാമൊക്കെ ജീവിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ലോകത്തേക്ക് കടന്നു വന്ന ഓരോ മനുഷ്യക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് ചിലർ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരായി കാണാൻ കഴിയും. അത്തരക്കാരെ പ്രവാചകന്മാരെന്നും പിന്നീട് വന്നവരെ ശൈഖന്മാരെന്നും അതുപോലെ തന്നെ അള്ളാഹുവിനോട് വളരെ മുഹബ്ബത്ത് വെച്ചതിൻ്റെ പേരിൽ ഔലിയാക്കളെന്നും അതുപോലെ തന്നെ അവരുടെ ഉപദേശങ്ങളും അവരുടെ ചിന്താഗതികളുമൊക്കെ ആത്മാവിൻ്റെ ശുദ്ധീകരണമായതുകൊണ്ടിട്ട് സൂഫിസം, സൂഫി എന്ന് പറയുന്ന ആ പേരിലും ഒക്കെ അറിയപ്പെടുന്നു. വിശ്വാസികളായ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇത്തരം ദർഗകളിൽ അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ആയിക്കൊണ്ട് എത്തപ്പെടുന്നതിൻ്റെ കാരണം, അവരെല്ലാം ജീവിച്ചിരുന്ന സമയത്ത് അവരുടെ ജീവിത രീതിയിലുണ്ടായ കറാമത്തുകൾ, അതായത് അവരിൽ നിന്നുണ്ടായ അത്ഭുതകരമായ ചില അനുഭവങ്ങളൊക്കെ പിന്നീട് അനുഭവിച്ചവർ പറഞ്ഞ് കേട്ടറിഞ്ഞതും ഒക്കെ ആയിക്കൊണ്ട് ഒരു വിഷമം വരുമ്പോൾ പെട്ടെന്ന് പരിഹാരം കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ ഇത്തരം ദർഗകളിലേക്ക് ആളുകൾ എത്തുകയാണ്. വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. വിശ്വാസത്തിലൂടെയാണ് എന്തിനും പരിഹാരങ്ങൾ ഉണ്ടാകുന്നത്. സംശയം കൊണ്ട് നമ്മൾ ഏത് വിഷയത്തിൽ ഇടപെട്ടാലും സംശയം ഉള്ളിൽ കിടക്കുന്നതോളം പരിഹാരം കിട്ടാൻ വലിയ പാടാണ്. ഞാൻ വലിച്ചു നീട്ടി വിഷയത്തിലേക്ക് പോകുന്നില്ല, എങ്കിലും വളരെ ചുരുങ്ങിയ ഒരു കാര്യം അവതരിപ്പിക്കേണ്ടി ഇരിക്കുന്നു. കാരണം BP അങ്ങാടി നേർച്ച എന്ന് പറയുമ്പോൾ, ആണ്ട് എന്ന് പറയുന്നത് ഒരു വർഷത്തെ കണക്ക് കൂട്ടുന്നു. ആണ്ട് എന്ന് പറയുന്നു. ആണ്ടടിയന്തിരം എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ കുടുംബത്തിലെ വേണ്ടപ്പെട്ടവരൊക്കെ മരണപ്പെടുമ്പോൾ അവരുടെ സ്മരണ, ആ മരിച്ചുപോയവരുടെ ഒരു വർഷം തികയുമ്പോഴൊക്കെ ബന്ധുമിത്രാദികളൊക്കെ ഒരുമിച്ചുകൂടി, അല്ലെങ്കിൽ അവരോട് ഏറ്റവും അടുത്തവരൊക്കെ അവരെ സ്മരിച്ചുകൊണ്ട് ഇസ്ലാമികപരമായ രീതിയിലുള്ള പ്രാർത്ഥനകളും അതുപോലെ തന്നെ അവരുടെ പേരിൽ അന്നദാനവും ഒക്കെ ചെയ്യാറുണ്ട്. എത്തിയും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക, അങ്ങനെയൊക്കെ നമ്മൾ കുട്ടിക്കാലം മുതലേ കണ്ടുവന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവരെ ഓർക്കലും അവരുടെ പേരിൽ അന്നദാനം കൊടുക്കലും ഒക്കെയാണ് ആണ്ട് നേർച്ച എന്ന് പറയുന്ന ഒരു പേര് എത്തപ്പെടുന്നത്. പക്ഷേ
ഈ ആണ്ട് നേർച്ച സൂഫിസത്തിലേക്ക് കടന്നു വരുമ്പോൾ മഹാന്മാരായ മഹാൻ എന്ന് പറയുന്നതിൻ്റെ കാരണം ഏറ്റവും വലിയ മഹാൻ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ സൃഷ്ടിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കാർക്കും നേരിട്ട് ദർശനം തന്നിട്ടില്ല. എല്ലാം വഴിക്ക് വഴിയായിട്ടാണ് തന്നിട്ടുള്ളൂ. അള്ളാഹു എന്നുള്ള നാമം പോലും നമുക്കെങ്ങനെ കിട്ടി എന്ന് പരിശോധിക്കുമ്പോഴാണ് നമുക്കിതെല്ലാം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഒരുപാട് അറ്റത്തേക്ക് അന്വേഷിച്ച് ചെന്നാലാണ് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയുള്ളൂ. നമ്മുടെ വീട്ടിൽ കരണ്ടുണ്ട്. ആ കരണ്ട് ഉള്ളത് കൊണ്ട് നമ്മുടെ വീട്ടിലെ എല്ലാ സാധനങ്ങളും വർക്ക് ചെയ്യുന്നു. നമ്മൾ ആ കരണ്ടിനെ അന്വേഷിച്ച് പോകുമ്പോൾ, എവിടെ നിന്നാണ് ഈ കരണ്ട് വരുന്നതെന്ന് അന്വേഷിച്ച് പോകുമ്പോൾ അത് വെള്ളത്തിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ വെള്ളം കയ്യിലെടുക്കുമ്പോൾ നമ്മളെ കരണ്ടടിക്കുന്നില്ല. പക്ഷെ ആ വെള്ളത്തിൽ നിന്ന് ആവാഹിച്ചെടുത്ത ആ കാണാത്ത ആ ഒരു തരംഗം അത് നമ്മുടെ വീട്ടിലേക്ക് എത്തപ്പെടുമ്പോൾ അവിടെ ഒന്ന് തൊട്ടാൽ നമ്മൾ തെറിച്ചു പോകുന്നു, അല്ലെങ്കിൽ ജീവൻ പോകുന്നു. മൂസാ നബി അലൈഹിസ്സലാം ഈ പറഞ്ഞ പോലെ അള്ളാഹ് എന്ന് പറയുന്ന ആ കരണ്ട് കാണാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി തെറിച്ചുപോയ, ബോധം പോയ ഒരവസ്ഥ നമുക്കറിയാൻ പറ്റും. അപ്പോൾ വെള്ളം നമുക്ക് കയ്യിലെടുക്കാം, പക്ഷേ കരണ്ടിനെ നമുക്ക് കയ്യിൽ എടുക്കാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. എങ്കിൽ അത് പല വസ്തുക്കളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഓരോ വസ്തുവും എന്തിനു വേണ്ടിയാണോ പ്രവർത്തിക്കാൻ ഉചിതമായത് അതനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഏകനായ റബ്ബിൻ്റെ ആ ഒരു എൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ ഊതിയപ്പോൾ അവൻ എഴുന്നേറ്റു എന്ന് പറയുന്ന ഒരു വാക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നാം എല്ലാം ശ്വസിക്കുന്നത് ഈ അന്തരീക്ഷത്തിൽ നിന്നാണ്. വായു നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല. നമ്മൾ അത് ശ്വസിച്ചുകൊണ്ട് നമ്മുടെ ശരീരം ചലിക്കുകയും ആ ചലനത്തിലൂടെ നമുക്ക് കാണാനും കേൾക്കാനും അതുപോലെ തന്നെ സംസാരിക്കാനും നമ്മുടെ ഓരോ പ്രായത്തിനനുസരിച്ച് കൊണ്ട് പലരിൽ നിന്നും കിട്ടുന്ന അറിവുകൾ കൊണ്ടാണ് നമ്മൾ പലതും അറിഞ്ഞത്. അല്ലാതെ ജനിച്ചപ്പോൾ തന്നെ നമ്മൾ അള്ളാഹ് എന്ന് വിളിച്ചിട്ടില്ല. ജനിച്ചപ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ കലാമുകളൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. എല്ലാം ഓരോന്നിനും ഓരോ ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഗുരുക്കന്മാർക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഓരോ ഗുരുവിലൂടെയാണ് ഓരോന്നും മനസ്സിലാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ഗുരു എന്ന് പറയുന്നത് അതിൻ്റെ അമ്മയും അച്ഛനും. പിന്നീട് വളർന്നു വരുമ്പോൾ ആ വളർന്നു വരുന്നതിനനുസരിച്ച് കൊണ്ട് വിദ്യാലയങ്ങളിലും സുഹൃത്തുക്കളിൽ നിന്നും, പിന്നെ അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് കൊണ്ട് അവർ ചെയ്യുന്ന ജോലിയിൽ, അവരുടെ വിവാഹ ജീവിതത്തിൽ, സന്താനങ്ങളിലൊക്കെയായി വ്യത്യസ്തമായ അറിവുകൾ നേടിക്കൊണ്ട് ആണ് ഓരോ മനുഷ്യരും മുന്നോട്ട് പോകുന്നത്. ഇവിടെ മുജാഹിദും അതുപോലെയുള്ള ആളുകളൊക്കെ അള്ളാഹുവിനോട് നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഈ അള്ളാഹു എന്നുള്ള പേര് അവർക്ക് പറയാൻ കഴിഞ്ഞത് അള്ളാഹ് അവരോട് വന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ച പേരല്ലല്ലോ. എല്ലാം തെരഞ്ഞെടുത്ത മനുഷ്യരിലൂടെ തന്നെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് മനുഷ്യരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തികളും അവരവരുടെ അനുഭവങ്ങളിലൂടെ അതിനെ വർണ്ണിക്കുമ്പോൾ വ്യത്യസ്തതകൾ ഉണ്ടായി പോകുന്നു. ഇനി വിഷയത്തിലേക്ക് വരാം. ആരാണ് ഈ പറയുന്ന EP അങ്ങാടിയിൽ മറപ്പെട്ട് കിടക്കുന്നത്? പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ യാഹൂത്തങ്ങൾ എന്ന് പറയുന്നു. യാ ഹൂ, യാ ഹൂ, യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹു, യാ അല്ലാഹ് എന്ന് നമ്മൾ ദിക്റുകളൊക്കെ ചൊല്ലുന്നത് കേൾക്കാം. യാ എന്ന് പറയുന്ന വാക്കും അള്ളാഹു എന്ന് പറയുന്ന ഹൂ, ആ രണ്ട് വാക്കുകളെ ചേർത്തുകൊണ്ട് യാ ഹൂ, യാ ഹൂ എന്ന് പറയുന്ന ഒരു പ്രത്യേക ദിക്ർ. ആ പ്രത്യേക ദിക്റിൻ്റെ ഉടമയാണ് ആര്? അബ്ദുൽ ഖാദർ. അതാണ് യഥാർത്ഥ പേര്. BP അങ്ങാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അബ്ദുൽ ഖാദർ എന്നു പേരുള്ള മഹാൻ. ആ മഹാൻ ചൊല്ലിയ ദിക്റാണ്
യാ ഹൂ. ആ ദിക്റുകൾ എപ്പോഴും ചൊല്ലുന്നതിൻ്റെ ഫലമായി അവരെ ആളുകൾ യാഹൂ തങ്ങൾ എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആ പേര് വന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിലാണ് അവരുടെ ജന്മസ്ഥലം. ആ ജന്മസ്ഥലത്ത് നിന്ന് അവരിങ്ങോട്ട് എത്തപ്പെടുകയും ബഹുമാനപ്പെട്ട മമ്പുറം സേതലവി തങ്ങളുടെ ആത്മീയതയിലൂടെ രണ്ടുപേരും നല്ല സൗഹാർദ്ദത്തിലൂടെ പോകുന്നവരാണ്. അവിടുത്തെ നേർച്ച എന്ന് പറയുന്നത്, യഹൂദങ്ങളുടെ നേർച്ച എന്ന് പറയുന്നത് പഴക്കൊല കൊടുക്കുന്നതാണ്. അവിടെ മുമ്പിൽ തന്നെ കുറേ പഴക്കൊല കടകളൊക്കെ കാണും. പഴക്കൊല ആണ് അവിടെ നേർച്ച കൊടുക്കുന്നത്. അതിനൊരു കാരണം പറയുന്നത്, ഒരു മനുഷ്യൻ മമ്പുറം സേതലവി തങ്ങളുടെ ഇങ്ങോട്ടായി ഒരു കൊല പഴവുമായി പോകുമ്പോൾ വഴിയിൽ വെച്ചൊരാൾ അതിൽ നിന്ന് പഴം ചോദിച്ചപ്പോൾ, ഇത് ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ കൊണ്ടുപോവുകയാണ്, ഇതിൽ നിന്ന് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ആ കൊലയുമായി മഹാനവറുകളുടെ സേതലവി തങ്ങളുടെ അരികിൽ ചെന്നപ്പോൾ തൊലി മാത്രമുള്ളൂ, പഴമില്ല അതിൻ്റെ ഉള്ളിൽ. ഇയാളാകെ അമ്പരന്നു. തങ്ങൾ ചോദിച്ചു, വരുന്ന വഴി ആരെങ്കിലും പഴം ചോദിച്ചിരുന്നോ? അതെ, ഒരാൾ ചോദിച്ചിരുന്നു, കൊടുത്തില്ല. ആ, ഈ കൊല അവിടെ കൊണ്ടുപോയി കൊടുക്കൂ ആ ആൾക്ക്, അത് യാഹൂ തങ്ങളാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം തിരിച്ച് ഈ പറയുന്ന തങ്ങളുടെ അരികിൽ വരികയും ഇത് കൊടുക്കുകയും ആ പഴക്കൊല പൂർവ്വസ്ഥിതിയിലാകുകയും ചെയ്ത ഒരു കറാമത്തിൻ്റെ കഥ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും. അങ്ങനെയാണ് അവിടെ ആ പഴക്കൊല നേർച്ച വന്നതെന്നാണ് ചരിത്രം പറയുന്നത്. ഹിജ്റ 1266 സഫർ 21 ബുധനാഴ്ച രാവിലെയാണ് അവരുടെ വഫാത്ത്. അതിനോടനുബന്ധിച്ചുകൊണ്ട് അവർ ജീവിച്ചിരുന്ന കാലത്ത് അവരിൽ നിന്നുണ്ടായ ധാരാളം കറാമത്തുകൾ, പലതരത്തിലുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് പലർക്കും പരിഹാരം കിട്ടിയതിൻ്റെ ഫലമായിക്കൊണ്ട് ധാരാളം ആളുകൾ അവിടെ സിയാറത്തിന് വന്നുകൊണ്ടിരിക്കുന്നു. പല മഹാന്മാരുടെയും ചരിത്രം പല രീതിയിലാണ്. അതനുസരിച്ച് കൊണ്ടാണ് അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടക്കുന്നത്. എല്ലാ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും നമുക്ക് മാനിക്കാം. ഇന്നത്തെ ജമാഅത്തിൻ്റെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഒരിക്കൽ അവിടെ പ്രസംഗിക്കാൻ വരികയും അവിടുത്തെ ഈ ആനയും അമ്പാരിയുമായിട്ടുള്ള പരിപാടികൾ കണ്ടപ്പോൾ, ഇതെല്ലാം ഇസ്ലാമികപരമായിട്ട് ചേർന്ന കാര്യങ്ങളല്ല, ഇതിവിടെ പാടില്ല, ഇനി ഇവിടെ ഉണ്ടാകരുതെന്ന് പറഞ്ഞപ്പോൾ, ഇനി ഇതിവിടെ ഉണ്ടാവില്ല എന്ന് പറയുകയും പിന്നീടുള്ള നേർച്ചയ്ക്ക് വന്നപ്പോൾ വീണ്ടും അത് കാണാനിടയായപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അതിനെ പാടെ ഉപേക്ഷിച്ചവരാണ്. പക്ഷേ വേറൊരു വിഭാഗം ആളുകൾ ഇത് മുൻകാലം മുതലേ ഇങ്ങനെ നടത്തിക്കൊണ്ട് വരുന്നതാണെന്നും പറഞ്ഞ് വിഷയമുണ്ടാക്കി പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കി അവരാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നത്, ഞങ്ങൾക്കിതുമായി യാതൊരു പങ്കുമില്ല, ഒരു കൂട്ടം ജനങ്ങൾ അങ്ങനെ ഒരു പ്രത്യേക കമ്മിറ്റി ഉണ്ടാക്കി നടത്തുന്നതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ അടങ്ങിയിരിക്കുന്ന മഹാനവറുകളോടുള്ള റെസ്പെക്റ്റ്. നമ്മളെല്ലാവരും ഇവിടെ മരിക്കാനുള്ളവരാണ്. മരിക്കാൻ വേണ്ടിയിട്ടാണ് നാം എല്ലാം ജനിച്ചത്. ജനനം മുതൽ മരണം വരെയുള്ള ഒരു ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതത്തിനിടയിൽ നമ്മൾ പല പ്രതിസന്ധികളെയും തരണം ചെയ്തു പോകുന്നുണ്ട്. ചില വിഷമങ്ങൾ നമ്മളെ കാർമേഘം പോലെ വന്ന് മൂടുകയും ആ കാർമേഘം ഉരുണ്ടുകൂടി വല്ലാത്തൊരവസ്ഥയാവുകയും അതൊരു മഴയായി പെയ്ത് കാണാനായിട്ട് മനസ്സ് വെമ്പൽ കൊള്ളുകയും അങ്ങനെ മഴ പെയ്ത് തണുക്കുന്നത് പോലെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുകയും വീണ്ടും വേനൽക്കാലം വരികയും ആ വേനൽക്കാലത്തിൽ നിന്ന് വർഷക്കാലത്തിലേക്ക് കടക്കുന്നത് പോലെ നമ്മുടെ ജീവിതം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി പോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. ഏറ്റവും വേലിയിറക്കവും നമ്മുടെ എല്ലാവരുടെയും ലൈഫിലുണ്ട്. ഈ പറയുന്ന എനിക്കാണെങ്കിൽ പോലും എല്ലാവരും ഇത് അനുഭവിച്ചു കൊണ്ടുപോകുന്നവരാണ്. സങ്കടം വരുമ്പോൾ പരിഹാരം തേടി പോകുന്നവരും സന്തോഷം വരുമ്പോൾ പരിഹാരങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവരുമാണ്. സന്തോഷമുണ്ടായാലും സങ്കടമുണ്ടായാലും നമ്മുടെ ഈ ശ്വാസം കൊണ്ടാണ് നമുക്കെല്ലാം തരുന്നതെന്നുള്ള മനസ്സിലാക്കലിലേക്ക് എത്തപ്പെടാനാണ് ഓരോ മഹാന്മാരും കടന്നു വന്നത്. ആ മഹാന്മാരെല്ലാം നമ്മളെ ഉത്ബോധനം ചെയ്തതൊക്കെ
നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് സമർപ്പിക്കാനാണ്. വഴികാട്ടികളാണ് അവരെല്ലാവരും. അള്ളാഹുവിൻ്റെ റസൂൽ പോലും അള്ളാഹുവിലേക്കുള്ള വഴികാട്ടിയാണ്. ആ വഴിയാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. ആ വഴിയിലൂടെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തപ്പെടലാണ് ഹഖീഖത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ അങ്ങേയറ്റത്തേക്കുള്ള പാതകൾ, അങ്ങനെ ശരീഅത്തും ത്വരീഖത്തും ഹഖീഖത്തും മഅരിഫത്ത് എന്നൊക്കെയുള്ള വ്യത്യസ്തമായ പേരിലൂടെ നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കതെല്ലാം അതിൻ്റെ റൂട്ടുകളും കാര്യങ്ങളുമൊക്കെ അറിയാൻ കഴിയും. ഒരിക്കൽ എൻ്റെ ഷെയ്ഖിൻ്റെ അരികിലിരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ അവന് 399 കാലഘട്ടമുണ്ട്. അതിലാദ്യത്തെ 99 തിരിച്ചറിവാണ്, രണ്ടാമത്തെ 99 പരീക്ഷണമാണ്, മൂന്നാമത്തെ 99 പൂർത്തീകരണമാണ്. നാം എല്ലാം ഫാത്തിഹ ഓതാറുണ്ട്. അർത്ഥമറിഞ്ഞും അറിയാതെയും ഒക്കെ മുസ്ലിമായി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഫാത്തിഹ ഓതാത്തവരായി ആരുമില്ല. ആ ഫാത്തിഹ സൂറത്ത് നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ഓതുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്നെ നേരായ വഴിയിലാക്കി തരണം, എന്നെ നീ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലാക്കി തരണം എന്നൊക്കെയുള്ള ആ ഒരു ചോദ്യം അള്ളാഹുവിനോട് നമ്മൾ ജനിച്ച കാലം, ഓതാൻ പഠിച്ച കാലം മുതൽ നമ്മുടെ പ്രായത്തിലേക്ക് നോക്കുമ്പോൾ എത്രയോ തവണ നമ്മൾ ഓതി എന്ന് പരിശോധിക്കുമ്പോൾ എത്രയോ തവണ അള്ളാഹുവിനോട് നമ്മൾ നിരന്തരം ചോദിച്ചിരിക്കുന്നു, എന്നെ നേരായ വഴിയിലാക്കാൻ. എങ്കിലും നമ്മൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുകയും നേരായ വഴിയിലാക്കാൻ പറയുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു ദിവസം നേരായ വഴിയിലേക്ക് അവൻ പിടിച്ചിടും. അങ്ങനെ ഇടുമ്പോൾ അവർക്ക് വ്യത്യസ്തമായ ജീവിത രീതി വരികയും ആ വ്യത്യസ്തമായ ജീവിത രീതിയിലേക്ക് കടക്കുമ്പോൾ സന്തോഷവനായി സുഖിച്ചു ഉല്ലസിച്ച് നടന്നവനിക്ക് പ്രശ്നങ്ങളുടെ ഘോഷയാത്ര വരുമ്പോൾ ഒരുപക്ഷെ ഇട്ടെറിഞ്ഞ് അവൻ വീണ്ടും പഴയ സുഖം തേടി പോകാം. വേറൊരു വിഭാഗമുണ്ട്, അവർക്ക് ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങൾ വരുമ്പോൾ അതിലൂടെ അവർക്ക് സമ്പത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അവർ ആ സമ്പത്തിനെ ആശ്രയിച്ചുകൊണ്ട് സമ്പത്തിനെ തേടി പോകുന്നവരുണ്ട്. അത്തരം ആൾക്കാരുമുണ്ട്. വേറൊരു വിഭാഗമുണ്ട്, പ്രശ്നങ്ങൾ വന്നാലും സമ്പത്ത് വന്നാലും അതിനെ മൈൻഡ് ചെയ്യാതെ തൻ്റെ വിഷയമെന്താണ് ആ വിഷയത്തിലൂടെ പോകുന്നവരുമുണ്ട്. ഈ പോകുന്ന ആൾക്കാരാണ് ശരിയായ ആൾക്കാർ. ബാക്കി രണ്ടുപേരും ശരിയല്ലാത്തവരാണ്. പക്ഷെ നമ്മളിന്ന് പരിശോധിക്കുമ്പോൾ ഈ രണ്ട് കൂട്ടരെയാണ് കാണാം. ഒന്ന് ധനം സമ്പാദിക്കുന്നവർ, ഒന്ന് ഈ വഴി കിട്ടിയിട്ട് ഉപേക്ഷിച്ച് പോയവർ. ഇതിൽ മൂന്നാമത് പറഞ്ഞ പണം മോഹിക്കാതെ പ്രശ്നങ്ങളെ മൈൻഡ് ചെയ്യാതെ താൻ എന്തിനാണോ വന്നിരിക്കുന്നത് അത് പറഞ്ഞുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നവർ. അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വിശ്വാസികളെ കൊണ്ട് അവർക്കും വലിയ പ്രയാസങ്ങൾ വന്നേക്കാം. എങ്കിലും എന്ത് പ്രയാസം തന്നെ വന്നാലും അതൊന്നും ഗൗനിക്കാതെ താൻ തൻ്റെ റബ്ബിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ഇതെൻ്റെ മാർഗത്തിൽ ഉള്ളതാണ്. ഇത് പ്രവാചകന്മാർക്കുണ്ടായിട്ടുണ്ട്, ഔലിയാക്കന്മാർക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരു ആളെ സംബന്ധിച്ചിടത്തോളം അയാളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ തിരിച്ചറിവ്, രണ്ടാമത്തെ പരീക്ഷണം, മൂന്നാമത്തെ പൂർത്തീകരണം. പലരും പൂർത്തീകരണത്തിലേക്ക് എത്താറില്ല, പരീക്ഷണത്തിൽ തന്നെ തകർന്നു പോകാറാണ് പതിവ്. ആ മൂന്നവസ്ഥകളെയും തരണം ചെയ്തവരാണ് യഥാർത്ഥ സൂഫികൾ. അതുകൊണ്ട് അവരെക്കുറിച്ച് വ്യക്തമായി പഠിക്കാനും മനസ്സിലാക്കാനും അറിയാനുമൊക്കെ ശ്രമിക്കണം. അല്ലാതെ നമ്മൾ വാൽകൃഷ്ണം പോലെ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ചെത്തിയെടുത്തിട്ട് എന്തെങ്കിലും കേട്ടിട്ട് നമ്മളൊന്നും വിലയിരുത്താൻ പോകരുത്. ചിലർ ചോദിക്കാറുണ്ട്, ജാറത്തിൽ എന്തിനാണ് തുണി വിരിക്കുന്നത്, അവിടെ നിന്ന് എന്തിനാണ് വെളിച്ചെണ്ണ എടുത്ത് കുടിക്കുന്നത്? വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തു തന്നെ എടുത്ത് കഴിച്ചാലും അവൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ അതിൽ ഫലമുണ്ട്. കാരണം കല്ലിലും മുള്ളിലും തൂണിലും തുരുമ്പിലുമൊക്കെ ഞാനുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാത്തിലും അവനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മനസ്സിലാക്കിയവൻ സ്പർശിക്കുമ്പോൾ, ആ മനസ്സിലാക്കിയവൻ ഭക്ഷിക്കുമ്പോൾ, ആ മനസ്സിലാക്കിയവൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പരിഹാരം കിട്ടാൻ വഴിയായിത്തീരും. മറിച്ച് സംശയങ്ങളോടുകൂടി ആശയക്കുഴപ്പത്തോടുകൂടി ഒരിക്കൽ മടവൂർ ഷെയ്ഖിൻ്റെ അരികിൽ ഒരു സ്ത്രീ ചെന്നു. അവർക്ക് വയറിൻ്റെ അകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. അങ്ങനെ ചെന്നപ്പോൾ മടവൂർ ഷെയ്ഖ് പറഞ്ഞു, ഓപ്പറേഷൻ വേണ്ട. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം രോഗത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ചെന്ന അവർ ഓരോ ദിവസവും തൻ്റെ വയറ്റിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവർ ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്തു. ഞാൻ അവരെ കാണാനിടയായി. അങ്ങനെ ചോദിച്ചു സംസാരിച്ചു വന്നപ്പോൾ മടവൂരിനെ കാണുകയും വേണ്ട എന്ന് പറയുകയും ഓപ്പറേഷൻ ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു വിശ്വാസമില്ലാതെ ഒരു ഡോക്ടറെ കാണാൻ പോയ പോലെയാണ് അവരെ കാണാൻ പോയത്, അതുകൊണ്ടാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നത്.
മറിച്ച് അവരൊരു മഹാനാണെന്നും അവരുടെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വീണ് കിട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അത് മാറിക്കിട്ടും എന്ന ഒരു അറിവ് നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ വാക്ക് മതിയായിരുന്നു. പക്ഷെ ഇത് തിരിച്ചറിയാൻ വലിയ പാടാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. മഹാനായ സി എം വലിയുള്ളാഹിയുടെ ജീവിത ചരിത്രം പരിശോധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് നേർച്ച എന്ന് പറയുന്നതും ആണ്ട് എന്ന് പറയുന്നതും ഒരു സ്മരണയാണ്. സ്മരണ ചെണ്ട കൊട്ടി വാദ്യമേളം മുഴക്കി അല്ലെങ്കിൽ ഒരു ഉത്സവം പോലെ ആക്കി മാറ്റലല്ല. കാരണം നമ്മുടെ വഴിയിൽ മഹാന്മാരെ സ്മരിക്കൽ, അവർ ഇവിടെ കാണിച്ചു തന്ന മാതൃക, നമുക്ക് നന്മ പറഞ്ഞു തന്ന മാതൃക, ആ നന്മയിൽ നിന്ന് നമ്മൾ തിന്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലവരാകാനാണ് പ്രവർത്തിച്ചത്. അപ്പോൾ വാദ്യമേളങ്ങളും വാദ്യഘോഷങ്ങളും ആനയും അമ്പാരിയും ഒക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യനെ പോലെ തന്നെയാണ് ആ ജീവി ആന. അതിൻ്റെ ചുറ്റും തിങ്ങിക്കൂടി ജനങ്ങൾ നിന്നുകൊണ്ട്, ഞാനത് ശ്രദ്ധിച്ചു ആ വീഡിയോ. അതിൻ്റെ മുഖത്തേക്ക് എന്തോ ഒരു പൗഡർ പോലത്തെ എന്തോ ഒരു സാധനം എറിയുന്നുണ്ട്. അത് ആ ആനയുടെ കണ്ണിലേക്ക് വീഴുകയും കൈകൊണ്ട് ആനക്ക് കണ്ണു തുറക്കാൻ പറ്റില്ല. അപ്പോൾ അത് പിന്നോട്ട് അസ്വസ്ഥമായിക്കൊണ്ട് മുന്നോട്ടും പിന്നോട്ടും അസ്വസ്ഥമാകുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നിന്നാണത് വയലൻ്റായതും തുമ്പിക്കൈയിൽ ഒരുത്തനെ ചുറ്റിയെടുത്ത് നിലത്തടിച്ചത്. ബാക്കിയുള്ളവർ ഓട്ടത്തിൽ പരിക്ക് പറ്റിയവരാണ്. അപ്പോൾ യഥാർത്ഥത്തിലായി എറിഞ്ഞവനെ തന്നെയാണ് എടുത്തെറിഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഒരുപാട്, ഞാൻ വിഷയം പറഞ്ഞപ്പോൾ അവിടെ ഒരുപാട് ആളുകളില്ലേ എന്നൊരാൾ ചോദിച്ചു. അവിടെ ഒരുപാട് ആളുകളില്ലേ? നിങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ആളുകൾക്കല്ലേ ഈ ആളുകളാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ആനയാണെന്നും ഞാൻ മനുഷ്യനാണെന്നുള്ളൊരു ബോധം വേണം. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് വിട്ട് അകലം പാലിച്ച് വേണം നിൽക്കാൻ. അല്ലാണ്ട് അതിൻ്റെ ചോട്ടിൽ പോയി കട്ട പിടിച്ച് നിൽക്കലല്ല. ഞാൻ വരുന്ന വഴി കണ്ട കാഴ്ച, ആനപ്പുറത്തേക്കൊക്കെ ചാടിക്കയറുന്നത് കണ്ട ആളുകൾ ഇതിൻ്റെ ചുറ്റും തിങ്ങിക്കൂടി അടുത്ത് നിൽക്കുകയാണ്. അതിന് അസ്വസ്ഥതയുണ്ടാവും. നമ്മുടെ ചുറ്റും തന്നെ കുറേ ആൾക്കാർ തിങ്ങിക്കൂടിയാൽ നമുക്ക് തന്നെ എന്തൊരു അസ്വസ്ഥതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. യേശുദാസ് ഇങ്ങനെ വരുന്ന വഴി അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഒരാൾ മൊബൈൽ ഫോണും പിടിച്ച് ചെന്നപ്പോൾ യേശുദാസ് തട്ടി മാറ്റി. എന്താ കാര്യം? അവരോട് ഒരു മാന്യതയില്ലാതെ ഇടപഴകുമ്പോൾ തിരിച്ചതുപോലെ തന്നെ അവരും പെരുമാറിയെന്ന് വരും. ഇത് തന്നെയാണ് ആനയും ഏത് മൃഗമായാലും. അവരോട് മര്യാദയുണ്ടോ അവരും മര്യാദ കാണിക്കും. അവരോട് മര്യാദകേട് കാണിച്ചാൽ അവരും മര്യാദകേട് കാണിക്കും. അതിപ്പോൾ മനുഷ്യനായാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം. അപ്പോൾ അവിടെ ഉറൂസിൽ പങ്കെടുത്ത ഒരുപാട് ജനങ്ങളുണ്ട്. ഈ ജനങ്ങളോടൊക്കെ ചോദിക്കുന്ന ആരാണ് യാഹൂദങ്ങൾ എന്ന് വെച്ചാൽ ആ പേരല്ലാതെ, അവിടുത്തെ ഉറൂസല്ലാതെ അവരുടെ ചരിത്രം പറയാൻ എത്ര പേർക്ക് കഴിയും? ഒരാൾക്കും കഴിയില്ല. വളരെ അപൂർവം ചിലർക്കറിയാമെന്നല്ലാതെ അവിടെ കൂടിയ ചെറുപ്പക്കാർ പിള്ളേർക്കൊന്നും അറിയില്ല. അവർ ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, പിപ്പി ഊതുന്നു, പടക്കം പൊട്ടിക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ കാണിച്ച് അവർ തുള്ളിച്ചാടുകയാണ്. അപ്പം അതുകൊണ്ട് ഇത് ഇസ്ലാമികവുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഇസ്ലാമുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. സുന്നികൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല. പക്ഷേ ചില വിഭാഗങ്ങൾ അത് ഒരു വാശിയോടുകൂടി നടത്തുന്ന ഒരു മത്സരമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ മടവൂര് നടക്കണം, വടകരയിൽ നടക്കണം, ഇവിടെ കാനയാമ്പാരിയൊക്കെ കൊണ്ടുവരണം. ഇവിടെയൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. ഒരു മഹാനും അത് പറഞ്ഞിട്ടില്ല. ചിലർ ഉണ്ടാക്കുന്ന ചില വിഷയങ്ങളാണ്. അപ്പം അതുകൊണ്ട് എല്ലാം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുക. അല്ലാഹു തആല എല്ലാം തിരിച്ചറിയാനും എല്ലാം മനസ്സിലാക്കാനും അവനിഷ്ടപ്പെട്ട വഴിയിലൂടെ സഞ്ചരിക്കാനും അതുപോലെ തന്നെ ഞാൻ പറയുന്ന വിഷയങ്ങൾ മനസ്സിലാക്കാനും പറയുന്ന വിഷയങ്ങളിൽ തെറ്റുകുറ്റങ്ങളുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പരിശോധിക്കാനും അത് പറയുമ്പോൾ ഞാൻ തിരുത്താനും ഒക്കെ ബാധ്യസ്ഥനാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ തായാൻ തയ്യാറാകണം. അല്ലാതെ ഞാൻ വലുതാണ്. ഒരാൾ പറഞ്ഞു നിങ്ങളിട്ട കമൻറ്റിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്ക് അഹങ്കാരമുണ്ടെങ്കിൽ ഞാനെന്തിനത് ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിക്കാൻ പാടില്ല. അല്ല, അയാൾ പറഞ്ഞത് ശരിയാണ്. എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞതെന്ന് മനസ്സിലാക്കാനുള്ള ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം അങ്ങനെ പരസ്പരം സ്നേഹമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അല്ലാണ്ട് ഞാനാണ് പറഞ്ഞതാണ് ശരിയെന്നും പറഞ്ഞ് ഉറച്ചു നിൽക്കലല്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞ വിഷയങ്ങൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. നിങ്ങൾ മനസ്സിലാക്കിയത് ഏത് തരത്തിലാണോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യും. അത് ഞാൻ അന്വേഷിക്കാം. അങ്ങനെ പരസ്പരം മനസ്സിലാക്കാനുള്ള മനപ്പൊരുത്തമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്.
അല്ലാണ്ട് തർക്കമല്ല. തർക്കത്തിലൂടെ ബർക്കത്തുണ്ടാവില്ല. പരസ്പരം മനസ്സിലാക്കലിലൂടെയാണ് എല്ലാ ബർക്കത്തും ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കാനും പരസ്പര സ്നേഹം നിലനിർത്താനും നാം ഏവരെയും അല്ലാഹു തആല അതിന് നമുക്ക് അതിനുള്ള കരുത്ത് നൽകട്ടെ, ശക്തി നൽകട്ടെ. നാളെ മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂടെ ആ സന്നിധാനത്തിൽ ഇരിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈമാനുള്ള മരണം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യമാരെയും സന്താനങ്ങളെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ.